സിയോൻ ഫയർ മിനിസ്ട്രി ഒരുക്കുന്ന വേഴ്സകൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മക്കളെ, എന്നെയും കുടുംബത്തെയും നിങ്ങളുടെ മുൻപിൽ നിർത്തിയ ദൈവം അത്ഭുതകരമായി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ദൈവം തരുന്ന വചനം, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം ഞങ്ങളെ അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്തിൽ സിസ്റ്റർ മേഴ്സി ജസ്റ്റിൻ നിങ്ങളോട് കൂടെ വചനം പങ്കുവയ്ക്കുന്നു. ആ വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. ദൈവം ഞങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. വേഴ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിൻ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. വീണ്ടും വചനമായി നിൽക്കുവാൻ, വചനം ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കുന്ന സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം അതിന്റെ ദിനം നമ്മളെ കഴുകുകയും നമ്മളെ ശോധന ചെയ്യുകയും നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വിലപ്പെട്ട ഒന്ന് ദൈവത്തിന്റെ വചനം. അതിന് നിമിഷവും ദൈവസ്ഥന് നമ്മളായിരിക്കുമ്പോൾ ഈ വചനം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവ കൃപയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്, നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ മടക്കിക്കൊണ്ടുവരുവാൻ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ ഈ വചനം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമായ അനുഭവത്തിൽ കൊണ്ട് ദൈവം നമ്മളെ നടത്തും. പരിശുദ്ധ എന്ന വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ എപ്പോഴും പൗലോസ് ആഗ്രഹിച്ചതുകൊണ്ട് ഈ കൊരിന്ത്യ ലേഖനം ഉടനീളം പഠിക്കുമ്പോൾ നല്ല ധൈര്യവും ഉറപ്പും തന്റെ ഭക്തന്മാർക്ക് വാഗ്ദാനം നൽകുന്ന ഈ പൗലോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ ധൈര്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന പരിശോധനകൾ ഉണ്ടെങ്കിലും കഷ്ടങ്ങളേറെ ഉണ്ടെങ്കിലും അതൊന്നുമല്ല, അതിൻ്റെ മുമ്പിൽ ഒരു ധൈര്യം നമുക്ക് തന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുന്ന ലേഖനങ്ങളാണ് ഈ കൊരിന്ത്യ ലേഖനങ്ങൾ. ഈ 1ഉം 2ഉം ലേഖനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ലേഖനങ്ങളാണ്. ഇവിടെ പൗലോസ് ആത്മാവിൽ വിളിച്ചു പറയുക, എതിരാളികളുള്ള ക്രിസ്തീയ ജീവിതത്തിൽ, എതിരാളികളുള്ള വിശ്വാസ യാത്രയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഈ വലിയ വാതിലിലേക്കുള്ള ദർശനമാണ്. ക്രിസ്തുവാകുന്ന വലിയ വാതിലിലേക്കുള്ള ദർശനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ജയത്തിൽ എത്തിച്ചേർക്കുമെന്ന് വളരെ സത്യത്തോടെ അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടെ വിളിച്ചു പറയുന്ന പൗലോസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എഫേസോസിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് താൻ ആത്മാവിൽ വിളിച്ചു പറയുക. എഫേസോസ് ചെറിയൊരു സഭയൊന്നും അല്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ചെറിയൊരു കൂടിവരവ് മാത്രമുള്ളൊരു പ്രവർത്തനവുമായി പൗലോസ് ആയിരിക്കുമ്പോൾ സാധ്യതകൾ അവിടെ വിളിച്ചു പറയുന്ന പൗലോസിനെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം ഒന്നും അവിടെ കണ്ടില്ലെങ്കിലും താൻ ആത്മാവിൽ കണ്ട ദർശനം എന്തെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പിൽ വലിയ പ്രതീക്ഷ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. തന്റെ ആത്മാവിനെ തന്നെ ക്രിസ്തുവിൽ ഒന്നുകൂടെ ധൈര്യപ്പെടുത്തുവാൻ എപ്പോഴും പൗലോസ് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചാലും മുമ്പിൽ പ്രതീക്ഷ നൽകുന്ന ദൈവത്തിന്റെ വചനം. 1-2 കൊരിന്ത്യ ലേഖനങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നേ തളർന്നതിനെ ബലപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തതിനെ പ്രതീക്ഷ നൽകി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ലേഖനങ്ങൾ പൗലോസ് എഴുതുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്റെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നയിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും ധൈര്യത്തിൽ, ഇത്രയും ഉറപ്പിൽ നമുക്ക് പുതിയ ധൈര്യം പകർന്നു തരുവാൻ ഈ ഭക്തന് കഴിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ധൈര്യം നൽകുന്ന, ഉത്തേജനം നൽകുന്ന ദൈവത്തിന്റെ വചനം എപ്പോഴും. ഈ വചനം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടും. നിങ്ങൾ പലപ്പോഴും ദൈവശക്തി അറിഞ്ഞിട്ടും നിങ്ങൾ കുലുങ്ങുന്നവരാണെങ്കിൽ, പലപ്പോഴും ദൈവത്തിന്റെ വിടുതലുകളൊക്കെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഏറ്റെടുത്തവരാണെങ്കിലും പലപ്പോഴും നാം ദൈവകൃപയെ പുറകിൽ എറിഞ്ഞു കളയുന്നത് കൊണ്ട് പലപ്പോഴും ആ ദൈവകൃപ നാം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. എന്നാൽ ഇവിടെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് വിളിച്ചു പറയുക, നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങളെ ഭരിക്കുന്നത് ധൈര്യത്തിന്റെ ആത്മാവായതുകൊണ്ട് നിങ്ങൾ ഭീരുക്കളായി തീരുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ വ്യത്യസ്തമായ ലോകത്തെ നമ്മളായിരിക്കുന്നത്, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങളാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന വളരെ പ്രതീക്ഷയുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ അവസാനം പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കുമ്പോൾ ഈ പൗലോസ് നമ്മുടെ ആത്മാവിൽ നമുക്ക് ധൈര്യം തരിക. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ.
ഇത് ധൈര്യം നൽകി തരുന്ന ദൈവത്തിന്റെ വചനമാ. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഉയർത്തുന്ന ദൈവത്തിന്റെ വചനം. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷകൾക്കപ്പുറമായി നമ്മളെ ആത്മാവിൽ വളരുവാനും ഈ ലോകത്തെ ജയിക്കുവാനും ഒക്കെ ധൈര്യം പകർന്നു തന്ന് നമ്മളെ മുമ്പോട്ടുള്ള പാതയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ വചനത്തിന് സകലവും സാധ്യമാണെന്ന് പഠിപ്പിക്കുന്ന ഈ ലേഖനം തീർച്ചയായും നമ്മുടെ ആത്മമണ്ഡലത്തിന് ധൈര്യം പകർന്നു തരുന്നത് തന്നെയാണ്. ഈ എഫേസോസിൽ താൻ ആയിരുന്ന സമയത്ത് ഈ ലേഖനം താൻ എഴുതുമ്പോൾ മറ്റൊരു ഭക്തന് താൻ ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാ, ഉലഞ്ഞു പോകുവാൻ സാധ്യതകളൊക്കെയുണ്ട്. വീഴുന്നു പോകുവാൻ സാധ്യതകളൊക്കെയുണ്ട്. ഹല്ലേലൂയ. ശത്രു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ, പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കുവാൻ പദ്ധതികളൊക്കെ മെനഞ്ഞാലും നിങ്ങൾ ധൈര്യപ്പെടുന്നവരായി തീരുവിൻ. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് അവൻ നമ്മെ തള്ളിക്കളയത്തിൽ ഒരിക്കലും. ഹല്ലേലൂയ. എഫേസോസിൽ ചെറിയൊരു കൂടിവരവായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ പൗലോസ് പറയുക, ഞാൻ വലിയൊരു വാതിൽ കാണുന്നു, എൻ്റെ പ്രവർത്തനത്തിന് സുഗമമായ വലിയ വാതിൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, ഇന്ന് നിന്റെ കൺമുമ്പിൽ ഒന്നും കാണാനില്ലെങ്കിലും എങ്ങനെ ഇങ്ങനെ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ഒരു കുലുക്കവും ഇല്ലാതെ ധൈര്യത്തോടെ എങ്ങനെ വിളിച്ചു പറയാൻ കഴിയും? ഞാൻ ആ വാതിലാ കാണുന്നേ. ഭക്തനൊന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ കഴിയും. എതിരാളികൾ ഉണ്ടെങ്കിലും, തടസ്സങ്ങൾ പലതുണ്ടെങ്കിലും, പോരാട്ട ശക്തികൾ ഏറെ എൻ്റെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും, മാനുഷികമായി സഹായിപ്പാൻ ചുറ്റുപാടും ആരുമില്ലെങ്കിലും എനിക്കൊന്ന് ഉറപ്പായി വിളിച്ചു പറയുവാൻ കഴിയും. എതിരാളികളുടെ മുമ്പിലും വാതിൽ തുറന്നു തന്ന്, അത് മാത്രമല്ല, വാതിലെന്ന് മാത്രമല്ല പറയുവാൻ പറ്റുന്നേ, സഫലമായൊരു വാതിൽ എന്ന് പറഞ്ഞാൽ ജയത്തിലേക്ക് എന്നെ മുന്നേറുവാൻ സഹായിക്കുന്ന ആ വാതിൽ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ചിലരെങ്കിലും ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രതീക്ഷകൾ എല്ലാം അസ്ഥാനത്താണോ ഇന്ന് പകൽ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതീക്ഷയൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലല്ല. നിങ്ങൾ പ്രതീക്ഷിച്ച ലെവലിൽ നിങ്ങൾ ആത്മാവിൽ വളരുവാനോ കർത്താവിന്റെ വേല ചെയ്യുവാനോ കഴിയുന്നില്ലെങ്കിൽ പൗലോസ് വിളിച്ചു പറയുക, പ്രശ്നങ്ങൾ ഗുരുതരമായതിന്റെ മുമ്പിൽ ഞാൻ കാണുന്നുണ്ടെങ്കിലും, ചുറ്റുപാടും ആരും ആശ്വസിപ്പിക്കുവാനില്ലെങ്കിലും, ഒരാശ്വാസ വാക്ക് പറയുവാൻ എൻ്റെ കുടുംബത്തിലോ ചുറ്റുപാടിലോ ഞാൻ പ്രതീക്ഷിക്കുന്ന പല അളവുകളിലും എനിക്ക് ലഭിക്കുന്നില്ലെങ്കിലും, എതിരാളികൾ അനവധി എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നെങ്കിലും, ഞാൻ കാണുന്നത് എൻ്റെ നോട്ടം അങ്ങോട്ടെങ്ങുമല്ല, തടസ്സങ്ങളിലേക്കല്ല, പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിലേക്കല്ല എൻ്റെ നോട്ടം. ഓ റമന ഹത്തുരാരഘടകസി. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, പ്രതീക്ഷയ്ക്കപ്പുറമായി നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പൗലോസിന് എങ്ങനെ വിളിച്ചു പറയാൻ പറ്റും? എങ്ങനെ പ്രഖ്യാപിച്ച് പറയാൻ പറ്റും? ഞാൻ കാണുന്നത് ആ സഫലമായ വാതിൽ. ഹല്ലേലൂയ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മണ്ഡലത്തിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എഫേസോസ്. ചുറ്റുപാടും പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞ് പലരും ചില സംശയ ദൃഷ്ടിയോടെ എന്നെ വീക്ഷിക്കുന്നുണ്ടെങ്കിലും പൗലോസ് ആത്മാവിൽ വിളിച്ചു പറയുക, എന്റെ നോട്ടം ആ വാതിലേക്കാ. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ നോക്കാം. സഫലമായൊരു വാതിൽ. പൗലോസിന്റെ ഒന്നാമത്തെ ഭാഷ നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ഹല്ലേലൂയ പദപ്രയോഗമാണ് പൗലോസ് അവിടെ നടത്തിയിരിക്കുന്നത്. സഫലമായൊരു വാതിൽ. ഹല്ലേലൂയ. കാരണം അക്ഷരാർത്ഥത്തിൽ സഫലമായ വാതിൽ തൻ്റെ മുമ്പിൽ അതുവരെ തുറന്നിട്ടില്ലെങ്കിലും തൻ്റെ ആത്മമണ്ഡലത്തിൽ താൻ ഇങ്ങനെ വിളിച്ചു പറയുക, സഫലമായ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുകയാണ്. അതൊരു ഭക്തന്റെ ഉറപ്പ്. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും എബ്രായലേഖനത്തിൽ വായിക്കാൻ കഴിയുന്നത് പോലെ വിശ്വാസത്തിന്റെ ഉറപ്പാ. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാനത് പ്രാപിക്കുമെന്നുള്ളൊരു ഉറപ്പാ ഭക്തനെ ആത്മമണ്ഡലത്തിൽ ഉറച്ചു നിൽക്കും പ്രേരിപ്പിക്കുന്നേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നാം തളർന്നു പോകും ദൈവമക്കളെ. സ്തോത്രം. പലപ്പോഴും നാം തളരുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാവിന് ബലമില്ലാത്തത് കൊണ്ട്, ഞാൻ പ്രാപിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുന്നത് കൊണ്ട് നാം പലപ്പോഴും കുലുങ്ങി പോകുന്നവരാ. സ്തോത്രം. എന്നാൽ പൗലോസിന് ഒന്നറിയാം, എതിരാളികൾ നിറഞ്ഞ ഈ പോർക്കളത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്. എന്റെ പുറമേയുള്ള കണ്ണുകൾക്ക് എനിക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ ചുറ്റുപാടിൽ ആര് സഹായിക്കുവാൻ? മാനുഷ്യമായ കരങ്ങൾ തന്ന് എന്നെ ഒന്ന് താങ്ങുവാൻ ആരുമില്ലെങ്കിലും ഈ ചെറിയ പട്ടണത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രതീക്ഷ ചില മനുഷ്യരുടെ മുഖത്തേക്കല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നേ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് വിശ്വാസ ഗോളത്തിൽ പതറിപ്പോകാതെ സാധ്യതകളൊക്കെ മുമ്പിലുണ്ട്. വ്യതിചലിച്ചു പോകുവാൻ, ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ മാറിപ്പോകുവാൻ സാധ്യതകളുണ്ട്. എന്നാലും നാം കാണുന്നത് ആ വാതില. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നേ, വഴിയും സത്യവും ജീവനും ആയ ക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാ ഏക വാതിൽ. ഈ വാതിൽ കൂടെ കടന്നാൽ ഒരിക്കലും നാം വഴിതെറ്റി പോകത്തില്ല.
കാരണം യേശു ക്രിസ്തുവാ ആമേൻ നമ്മുടെ വാതിൽ എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ വാതിൽ കൂടെ രക്ഷപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് വഴിതെറ്റിപ്പോകുവാൻ സംഗതി ഏതുമില്ല. സ്തോത്രം. ആമേൻ. പൗലോസ് പറയുക ആമേൻ സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ആമേൻ. അതിന് മുമ്പിൽ പൗലോസ് പറഞ്ഞിരിക്കാം വലിയ വാതിൽ. വലിയ വാതിലിന്റെ എന്തോ പ്രത്യേകത. ആമേൻ. ഈ ക്രിസ്തുവാകുന്ന വലിയ വാതിലിൽ കൂടെ കടക്കുന്നവൻ ഒരിക്കലും ചെന്നായ്ക്കളുടെ കയ്യിൽ അകപ്പെടത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ചെന്നായ്ക്കളുടെ കയ്യിൽ അകപ്പെടുവാൻ സാധ്യതയില്ല. കാരണം ആമേൻ അവർ കടന്ന വാതിൽ എന്ന് പറയുന്നേ ക്രിസ്തുവാകുന്ന വാതില. ഈ ലോകത്തിലെ ആമേൻ സാഹചര്യങ്ങൾ, ആമേൻ പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മുടെ നോട്ടം ക്രിസ്തുവിലാണോ? നാം കടന്നിരിക്കുന്ന വാതിൽ യേശു ക്രിസ്തുവാകുന്ന വാതിൽ കൂടാണോ നാം പ്രവേശിച്ചിരിക്കുന്നേ? അതുകൊണ്ട് വഴിതെറ്റി പോകത്തില്ല, പരാജയപ്പെട്ടു പോകാൻ സാധ്യതകളൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. ആഴമായ വിശ്വാസത്തിൽ കൂടെ ആമേൻ ഈ വാതിൽ കൂടെ നമ്മൾ പ്രവേശിച്ചാൽ ക്രിസ്തുവിനെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ആമേൻ. യേശു ക്രിസ്തു മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴി അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവം നമ്മുടെ ജയത്തിലേക്ക് നടത്തുന്നേ. സ്തോത്രം. പൗലോസ് ആദ്യം ഓർത്തു കാണും ആമേൻ ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. എന്നാലും പൗലോസിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ആത്മീയ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ തന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനം തൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചത് കൊണ്ട് പൗലോസിനെ ഒന്നറിയാമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം ഈ ദൈവത്തിന്റെ വചനമാ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നേ. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതം നമുക്കറിയാമല്ലോ. അനേക കഷ്ടങ്ങൾ, അനേക നഷ്ടങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി അനേക പോരാട്ടങ്ങൾ തന്റെ ആത്മാവിൽ താൻ സ്വയമായി ഏറ്റെടുത്ത് ഈ ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ലോകത്തിന് മുമ്പിൽ വരച്ചു കാട്ടുവാൻ ആമേൻ മാത്രം എപ്പോഴും ധൈര്യപ്പെട്ട് മുന്നോട്ട് ഇറങ്ങിയ പൗലോസ് ഒരിക്കലും പരാജയത്തെ ആമേൻ പരാജയം മാത്രമല്ല ആമേൻ താൻ കാണാൻ പോകുന്നേ ഇനി ജയത്തിലേക്കാ എന്റെ പരാജയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വഴി മാറ്റി വിടുന്നതെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഈ ഉറപ്പത്രേ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ നിലനിർത്തുന്നത്. ദൈവത്തിന്റെ മക്കളെ, ഈ ലോകത്തിൽ പല പ്രതികൂലങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ അവൻ വഴി മാറ്റി വിടുവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ഭക്തന്റെ ഉറപ്പ് എന്തെന്നറിയാമോ? ഈ അനുദിനം ദൈവത്തിന്റെ വചനമാ എന്നെ ബലപ്പെടുത്തുന്നേ. ഹല്ലേലൂയ. ആമേൻ. അവിടെ വായിക്കുന്നത് എന്നാൽ എതിരാളികൾ പലരുമുണ്ട്. പൗലോസിനറിയാം, ഒന്നറിയാമായിരുന്നു, എതിരാളികൾ ഉള്ളതാ ക്രിസ്തീയ ജീവിതം. ആമേൻ. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞതാ ദൈവത്തിന്റെ മക്കളെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നേ. അവൻ യേശു കൂടെയുണ്ട്. നമ്മുടെ പ്രതികൂലത്തിലും നമ്മുടെ നഷ്ടത്തിലും നമ്മുടെ കഷ്ടത്തിലും പരാജയത്തിലും ഒക്കെ ഈ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഈ പരാജയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമായി തീരത്തില്ല. അവൻ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് സകല പരാജയങ്ങളെയും ജയമാക്കി തീർക്കുവാൻ കഴിയും. പൗലോസ് പറയുക, എന്റെ വാഗ്ദത്തം ഈ വാതിലിലേക്കുള്ള നോട്ടമാ. സ്തോത്രം. ഹല്ലേലൂയ. വലിയതും സഫലവുമായ വാതിൽ, അതാ എന്റെ വാഗ്ദത്തം. എഫേസോസിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വേല, ആമേൻ ഹല്ലേലൂയ, എനിക്ക് മാത്രം ചെയ്തു തീർക്കുവാനുള്ള ഈ വേല. ഹല്ലേലൂയ. ഇതിന്റെ മുമ്പിൽ ശത്രുത്വമൊക്കെ എഴുന്നേറ്റാലും പോരാട്ടം അനവധി ഉണ്ടെങ്കിലും എന്റെ വാഗ്ദത്തം ഞാൻ ആത്മാവിൽ കാണുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുവാൻ കഴിയും? ഒരുപക്ഷെ അനവധി വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അവൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ചില വാഗ്ദത്തങ്ങൾ ഇതുവരെ ഫലപ്രാപ്തിയിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ആ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം പരാജയത്തിന് അപ്പുറമായി അവൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ വാഗ്ദത്തം തരുന്ന ദൈവം മാത്രമല്ല, അത് അവൻ അനുഷ്ഠിക്കുന്ന ദൈവം കൂടെയാ. അവൻ നിന്നെ അനുഗ്രഹിക്കാമെന്നും ഉയർത്താമെന്നും മാത്രം പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല. അവൻ തക്ക സമയത്ത് നിന്റെ ജീവിതത്തെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാ. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാമോ? ഈ വചനം നിന്നെ ജീവിപ്പിക്കും. ഈ വചനം നിന്നെ ആശ്വസിപ്പിക്കും. കഷ്ടത്തിൽ നിനക്ക് തുണയായി തീരും. അവൻ നന്മയില്ലെന്ന് പറയുന്ന മേഖലകളിൽ അവൻ നിനക്ക് മുമ്പായി കടന്നു പോകും. താമ്ര കഥകൾ നിന്റെ മുമ്പിൽ തകർക്കപ്പെടും. ഇരുമ്പോടാമ്പലുകൾ അവൻ ഭേദിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിൽ ആശ വെച്ചാൽ നിന്റെ ജീവിതം പരാജയമായി തീരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ എതിരാളികൾ ഉണ്ടെങ്കിലും പൗലോസിന്റെ ദൃഷ്ടി എങ്ങോട്ടാണെന്നറിയാമോ? അവന്റെ നോട്ടം എങ്ങോട്ട് മാറിപ്പോയില്ല. അവനൊന്നറിയാം, എതിരാളികളുടെ മുമ്പിൽ നിന്നുകൊണ്ടാ എനിക്ക് ശക്തിയോടെ അവന്റെ വേല ചെയ്യുവാൻ കഴിയുന്നേ. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ കാര്യങ്ങളെല്ലാം റെഡിയാണെങ്കിൽ ഒരിക്കലും യേശുവിനെ കണ്ടെത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ മാഹാത്മ്യം നാം മനസ്സിലാക്കത്തില്ല. ഹല്ലേലൂയ. അവൻ പോരാട്ടങ്ങൾ കൂടെ അവൻ കഷ്ടങ്ങൾ കൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. കാരണം ഹല്ലേലൂയ, എതിരാളികളെ പോരാട്ടങ്ങളെ കണ്ടുള്ള ക്രിസ്തീയ ജീവിതം ഒരിക്കലും പരാജയമല്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ആമേൻ ഹല്ലേലൂയ അവൻ എതിരാളികളുടെ മധ്യത്തിലും വേല ചെയ്ത്, എതിരാളികളുടെ മധ്യത്തിലും ദൈവത്തിന്റെ വചനം അനുഷ്ഠിച്ച്
ജയത്തോടെ നടക്കുമ്പോൾ നാം പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. പൗലോസ് ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുക, ഞാൻ ആത്മാവിൽ കാണുന്നത് വാതില്ല. ആമേൻ. ആ എതിരാളികളല്ല എൻ്റെ നോട്ടം, പ്രശ്നങ്ങളല്ല എൻ്റെ നോട്ടം. ഹല്ലേലൂയ. സാഹചര്യങ്ങളുടെ മാറ്റിമറിച്ചിലല്ല ആമേൻ എൻ്റെ ജീവിതത്തിലെ നോട്ടം. സ്തോത്രം. അതിനപ്പുറമായി ഞാൻ എൻ്റെ വാഗ്ദത്തം കാണുന്നു. ഈ ആമേൻ ദേശത്തെ എഫേസോസിൽ ഞാൻ ഒരു പ്രവർത്തനം കാണുന്നു എൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. വലിയൊരു ആത്മധൈര്യം എനിക്ക് പകരുന്ന ആത്മാവ് എന്നെ അടുത്ത മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകരം വാഗ്ദത്തങ്ങൾ ആമേൻ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് അവൻ അനുഷ്ഠിക്കുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പൗലോസ് ഒന്ന് വിളിച്ചു പറയുക, ഞാൻ ജയമായ എൻ്റെ ആത്മാവിൽ കാണുന്നേ. അവൻ എതിരാളികളല്ല, പ്രശ്നക്കാരല്ല ഞാൻ ഇവിടെ ആത്മാവിൽ കാണുന്നേ. അതൊക്കെ ഉണ്ട്, ഓക്കെ, ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറമായി എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നഷ്ടപ്പെടാതെ തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ അത് നിറവേറ്റി തരുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നക്കാർക്കിടയിലും ആമേൻ ഞാനൊരു അത്ഭുത വിഷയമായി തീരുവാൻ ആമേൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ മരണശേഷം യോശുവയെ ദൈവം തിരഞ്ഞെടുത്ത് തന്റെ വലിയ ജനത്തെ നടത്തുവാൻ. ഹല്ലേലൂയ. മോശ ആമേൻ അനേക അത്ഭുതങ്ങൾ കൂടെ തന്റെ ജനത്തെ നടത്തി. ദൈവത്തിന്റെ നിയോഗപ്രകാരം ആമേൻ മോശ യാത്ര തിരിച്ചു. ദൈവത്തിന്റെ ഹിതം താൻ ചെയ്തെടുത്തതിന് ശേഷം യോശുവെ ഹല്ലേലൂയ ദൈവം ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചപ്പോൾ പല പ്രതികൂലങ്ങളും പല തടസ്സങ്ങളും തന്റെ മുമ്പിൽ ആമേൻ കടന്നു വന്നു. എന്നാൽ അതിനെയൊക്കെ സധൈര്യം ആമേൻ അഭിമുഖീകരിച്ച് ജയത്തിലേക്ക് നടന്ന വ്യക്തിത്വമായി യോശുവ. കാരണം യോശുവയെ പറ്റി പഠിക്കുമ്പോൾ യോശുവ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. യോശുവ ശ്രേഷ്ഠനായ ഒരു വ്യക്തിത്വമായിരുന്നു. യോശുവയുടെ വിളിക്ക് പിന്നിൽ തന്നെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ദൈവത്തിന് ആമേൻ യോശുവയെ തന്റെ വാഗ്ദത്ത നിവൃത്തിക്കായി ഉപയോഗിക്കേണ്ടതായി വന്നു. ആമേൻ സാഹചര്യങ്ങൾ, സ്ഥലോ കാല പരിമിതികളല്ല ദൈവത്തിന്റെ പ്രശ്നം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്താണ് നമ്മൾ. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. ആമേൻ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിൽ കൂടി പ്രവൃത്തി ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ആമേൻ ഈ വചനങ്ങൾക്ക് നിങ്ങൾ ആരും ദൈവത്തിൽ കുറഞ്ഞവരല്ല ദൈവത്തിന്റെ മക്കളെ. ആമേൻ എന്നാൽ വ്യത്യസ്ത ശുശ്രൂഷയാ ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു മോശയുടെ ശുശ്രൂഷയല്ല യോശുവയ്ക്കുള്ളത്, ഒരു പത്രോസിന്റെ ശുശ്രൂഷയല്ല പൗലോസിനുള്ളത്. ആമേൻ എന്ന് പറഞ്ഞതുപോലെ ആമേൻ ദൈവത്തിന്റെ ഹിതത്തിനായി വിളിച്ച ഓരോരുത്തർക്കും ദൈവം വ്യത്യസ്ത ശുശ്രൂഷകളാണ് ആമേൻ ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമ സഭയിൽ തന്നെ നമുക്കറിയാമല്ലോ ആമേൻ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെയായി ജനത്തെ നടത്തുവാൻ ആമേൻ വ്യത്യസ്ത നിലവാരങ്ങളിൽ ദൈവം ശുശ്രൂഷ കൊടുത്ത് വേർതിരിച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ യോശുവയുടെ ജീവിതം ഒരു വ്യത്യസ്തമായിരുന്നു. പ്രാർത്ഥനാ ജീവിതം ആമേൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി താൻ കണ്ടതുകൊണ്ട് പ്രാർത്ഥനയോടെ ഏത് വിഷയത്തെയും ഫേസ് ചെയ്യുകയും അഭിമുഖീകരിക്കുവാൻ ആമേൻ യോശുവയിൽ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നത് കൊണ്ട് ആമേൻ താൻ കടന്നുപോയ വഴികളിലെങ്കും പരാജയം കണ്ടില്ല. ഹല്ലേലൂയ. തന്റെ ജനത്തെ നടത്തുമ്പോൾ ദൈവത്തോട് അഭിപ്രായം ചോദിക്കുന്ന, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന യോശുവ ഒരിടത്തും പരാജയപ്പെട്ടു പോയിട്ടില്ല. ഹല്ലേലൂയ. സകലത്തിൽ ജയിക്കുവാൻ ദൈവ കൃപ ധാരാളം താൻ പ്രാപിച്ചത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചത് കൊണ്ട്. ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകത്തില്ല. ഹല്ലേലൂയ. വഴിയില്ലെന്ന് പറയുന്ന പ്രശ്നത്തിന്റെ മുമ്പിൽ വഴികാട്ടിയായി ദൈവം ഇറങ്ങി വരും. ആമേൻ. ദൈവത്തിന്റെ പൈതലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടത്തിന് നമുക്ക് കാരണമായി തീരും. വഴിയില്ലാതെ മരുഭൂമിയിൽ ഉഴലുവാൻ ആമേൻ ഒക്കെ നമുക്ക് ഇടയായിത്തീരും. എന്നാൽ യോശുവയുടെ ജീവിതം ആമേൻ ഒരു വ്യത്യസ്ത അധ്യായമായി വേദോസ്തത്തിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ യെരിഹോ കോട്ട തൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമായിരുന്നു. വലിയൊരു ജനവുമായി ഹല്ലേലൂയ താൻ നടന്നു നീങ്ങുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തലമുക്കി നിന്ന പ്രശ്നം യെരിഹോ മതിലായിരുന്നു. സ്തോത്രം. യോശുവ അധികാലത്ത് എഴുന്നേറ്റ് നോക്കി. എന്താ നോക്കിയെന്ന് ചോദിച്ചാൽ ആമേൻ മതിലിന്റെ വലിപ്പമല്ല, തന്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിൽ താൻ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് യോശുവ അതിരാവിലെ എഴുന്നേറ്റു. അല്ലയോ യഹോവേ, ഈ വലിയ കോട്ട ഞങ്ങൾക്കും എൻ്റെ ജനത്തിനും എനിക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ ആമേൻ ഇതിനെ അതിജീവിച്ച് ഈ വലിയ പ്രശ്നത്തെ പലരും ആമേൻ കലൽ ജയിക്കുവാൻ ആമേൻ ഒരുങ്ങിയിട്ട് സാധിക്കാത്ത ഈ പ്രശ്നത്തെ ജയിക്കുവാൻ എനിക്ക് കഴിയുമോ, എൻ്റെ ജനത്തിന് കഴിയുമോ എന്ന് താൻ ചിന്തിച്ച് ആമേൻ വ്യാകുലപ്പെട്ട് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിൽ ബലം നൽകി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് യോശുവയെ ഇങ്ങനെ ഓർപ്പിച്ച് കാണും. ആമേൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതികൂലമാകുന്ന അല്ലെങ്കിൽ പ്രശ്നമാകുന്ന ഈ കോട്ടയ്ക്കപ്പുറം ഒരു വലിയ വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ആമേൻ നിന്നെ വിളിച്ചത് ഈ വാഗ്ദത്തത്തെ ആമേൻ പ്രാപിക്കുവാനാ. ആമേൻ ഈ കോട്ടയെ ജയിച്ച് വാഗ്ദത്തം നിന്റെ മുമ്പിൽ കാണുവാനായി യോശുവെ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. കാരണം യോശുവയ്ക്ക് ഒന്നറിയാമായിരുന്നു, താൻ മുട്ടുമടക്കി ദൈവസ്ഥലിൽ കരഞ്ഞതുകൊണ്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ ഏത് കോട്ടയെയും തച്ചുടച്ച് ജയത്തിലേക്ക് നടത്തുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ 6ാം അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു
യോശുവൻ തൻ്റെ കൂടെയുള്ള ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ജനങ്ങളും അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ കോട്ടയുടെ പ്രശ്നം തൻ്റെ മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ ദൈവം അവിടെയും ജയം നൽകുന്ന അനുഭവം. ഹല്ലേലൂയ. ദൈവം യോശുവയോട് പറയുക, യോശുവേ, നീ പരാജയപ്പെട്ടു പോകത്തില്ല, നീ ധൈര്യപ്പെട്, എൻ്റെ ആത്മാവല്ലേ നിന്നെ നടത്തുന്നേ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കൈക്കൊണ്ടു. ദൈവം യോശുവയോട് സംസാരിക്കുക, 6 ദിവസം ഒരു വട്ടം വീതം കോട്ടയെ വലം വെക്കണം, ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം കോട്ടയെ ചുറ്റണം. ഹല്ലേലൂയ. ഈ മതിൽ വീഴും. നോക്കിക്കേ, ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ടപ്പോൾ യോശുവയ്ക്ക് ഒരു ഉറപ്പുണ്ടായി കാണും, തീർച്ചയായും എൻ്റെ ദൈവമല്ലേ പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ടു ആരും പരാജയപ്പെട്ടു പോയിട്ടില്ലല്ലേ. എനിക്ക് മുമ്പായി ജനത്തെ നടത്തിയ മോശയും ദൈവശബ്ദം കേട്ടല്ലേ ജനത്തെ നടത്തിയേ, സ്തോത്രം. അതുകൊണ്ട് ഈ ദൈവശബ്ദമാ എന്നെ ബലപ്പെടുത്തുവാൻ പോകുന്ന ആത്മാവിൽ ഉറച്ച യോശുവയ്ക്ക് ഒന്ന് മനസ്സിലായി, ദൈവത്തിന്റെ അരുളപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ അവൻ പകർന്നു തന്നതുകൊണ്ട് ഈ കോട്ടയെ എനിക്ക് ചുറ്റാൻ പറ്റും, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ ചട്ടങ്ങളും ഒക്കെ പ്രമാണിച്ച് ദൈവ കൽപ്പനയ്ക്കകത്താണോ നമ്മളെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിച്ചു കളയാൻ പറ്റത്തില്ല, സ്തോത്രം. ഹല്ലേലൂയ. 7 ദിവസം മതിലിനെ ചുറ്റുമ്പോൾ പട്ടണ മതിൽ വീഴും എന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ യോശുവയും കൂട്ടരും അനുസരിച്ചു. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് 7-ാം ദിവസം ജനം ആർപ്പിട്ടപ്പോൾ കോട്ട മതിൽ വീണു. ദൈവത്തിന്റെ മക്കളെ ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുവാൻ പലപ്പോഴും നമ്മുടെ ആർപ്പും പ്രാർത്ഥനയും ഒക്കെ കുറഞ്ഞു പോകുന്നവരാ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യോശുവ ഒന്നുറച്ചിരുന്നു, എൻ്റെ ദൈവമല്ലേ പറഞ്ഞത്, എൻ്റെ പ്രതികൂലത്തെ, ഹല്ലേലൂയ, എൻ്റെ മുമ്പിലുള്ള വലിയ പട്ടണം അതിലിനെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. വളരെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ മുമ്പിൽ എരിഹോ കോട്ടയ്ക്ക് തുല്യമായി ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിലാണോ നിങ്ങൾ ഈ വചനം കേൾക്കുന്നേ? ഒരുപക്ഷെ രോഗമാണോ ഈ വലിയ മതിലായി നിങ്ങളുടെ മുമ്പിൽ തലമുക്കിയിരിക്കുന്നേ, സ്തോത്രം. സാമ്പത്തിക പ്രശ്നങ്ങളാണോ, ഭവനമില്ലാത്ത അനുഭവങ്ങളാണോ, ജോലിയില്ലാത്ത അവസ്ഥകളൊക്കെ ആണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ കഴിയുന്നത് വിശ്വാസത്തോടെ ചുറ്റുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ ഉപവസിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പന അനുഷ്ഠിക്കുവാൻ, ദൈവത്തിന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രതികൂലം വീഴും. തടസ്സം മാറിപ്പോകും. ആ രോഗബന്ധനം അഴിയുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ ശബ്ദത്തിന്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, ദൈവത്തിന്റെ വചനത്തിന് ഹല്ലേലൂയ ഇന്നും മാറ്റമില്ല. ദൈവത്തിന്റെ വചനം അത് അയച്ച പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ മാറും. ദൈവത്തിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മതിൽ വീഴും. യോശുവയും തന്റെ കൂടെയുള്ള ജനവും ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്തായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവരായതുകൊണ്ട് ഹല്ലേലൂയ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യോശുവ ദൈവത്തിന്റെ കൽപ്പനയ്ക്കും ദൈവത്തിന്റെ വചനയ്ക്കും 100% അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിത്വമായിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൽപ്പന അതുപോലെ താൻ പാലിച്ചു. ദൈവം പറഞ്ഞ അരുളപ്പാട് ഏറ്റെടുത്തത് കൊണ്ട് മതിൽ വീണു. അവര് ചുറ്റിയപ്പോൾ മതിൽ വീണു. സാഹചര്യങ്ങളല്ല യോശുവ കണ്ടത്. മതിലിനപ്പുറത്ത് തന്റെ വാഗ്ദത്തം കിടക്കുന്നു, സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിൽ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാഗ്ദത്തം കിടക്കുന്ന ഈ തടസ്സത്തിനപ്പുറമാ. ഹല്ലേലൂയ. ഒരു രോഗമായി ഭാരപ്പെടുകയാണെങ്കിൽ ഒരു സൗഖ്യം അതിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വചനത്തിൽ നിനക്കുള്ളൊരു സൗഖ്യം ദൈവത്തിന്റെ ആത്മാവ് തരും, ഉറപ്പായിട്ടും. കാരണം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നിന്റെ വിശ്വാസം തീർച്ചയായും നിന്റെ രോഗത്തെ സൗഖ്യമാകും. എന്നാൽ തടസ്സങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ ശത്രുവായ പിശാച് നിരത്തിവെക്കും. എന്നാൽ ആത്മാവിൽ ഉറച്ചിങ്ങനെ ഭക്തന് വിളിച്ചു പറയാൻ കഴിയണം, ഇതിനപ്പുറം എന്റെ വാഗ്ദത്തം കിടക്കുന്നു. ഒരുപക്ഷെ എരിഹോ കോട്ടയുടെ വലിപ്പം കണ്ട് യോശുവയ്ക്കും കൂട്ടർക്കും വേറെ വഴിയായി കടന്നു പോകാമായിരുന്നു. എന്നാൽ ആത്മാവിൽ ഉറച്ച ഭക്തൻ ഒന്നറിയാമായിരുന്നു, എന്റെ വാഗ്ദത്തം ഈ പ്രതികൂലത്തിന്റെ അപ്പുറം കിടപ്പുണ്ട്. എരിഹോ കോട്ടയ്ക്കപ്പുറം ദൈവം എനിക്കും എന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം തീർച്ചയായും നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റും. നിങ്ങളുടെ പ്രതികൂലങ്ങളെ വഴി മാറ്റിവിട്ട് ജയത്തിലേക്ക് അല്ലെങ്കിൽ വാഗ്ദത്തത്തിലേക്ക് ഇതുവരെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞു പോയെങ്കിലും ദൈവത്തോട് പറ, കർത്താവേ, ഈ തടസ്സങ്ങൾക്കപ്പുറം എന്റെ വാഗ്ദത്തം ഞാൻ കാണുന്നു. പരാജയപ്പെട്ട വ്യക്തിത്വമാണോ നിങ്ങൾ? എന്നാൽ ജയം ദൈവം നിങ്ങൾക്ക് വേണ്ടി സുനിശ്ചിതമായി തരും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കാര്യമില്ല. യോശുവയുടെ ദൈവത്തെ നമ്മൾ സേവിക്കുന്നേ. ഹല്ലേലൂയ. യോശുവയെ ജയത്തോടെ നടത്തിയ ദൈവമാ നമ്മെ നടത്തുന്നേ. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ദൈവത്തിന്റെ വചനം ഒരു ഭക്തന് വേണ്ടതെല്ലാം നൽകുന്ന വചനമാ. ധൈര്യമില്ലാത്ത സാഹചര്യങ്ങളിൽ ധൈര്യം പകരുന്ന, ഹല്ലേലൂയ, ശൂന്യതയുടെ മധ്യത്തിൽ നിറവ് തരുന്ന, സമാധാനമില്ലാത്ത മേഖലകൾ നിങ്ങളുടെ കുടുംബത്തെ സമാധാനത്തിലേക്ക് നടത്തുന്ന, തലമുറകൾക്ക് ഭാവി ഇല്ലെന്ന് പിശാച് വിധിക്കുമ്പോൾ അതിന്
അതിനപ്പുറമായി വാഗ്ദത്തം നിന്റെ തലമുറയ്ക്ക് നൽകിയിട്ടുള്ളത് ആമേൻ തലമുറയുടെ കരങ്ങളിൽ ജയത്തോടെ തരുന്ന ദൈവത്തെ നാം കാണുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ലോകത്തിൽ തിരുവചനത്തിന് പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. സ്തോത്രം. സകലത്തിനും പരിഹാരം തന്ന് നമ്മളെ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആമേൻ സഹായിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം. ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ കരങ്ങളിൽ എഴുതി, നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകളിൽ എഴുതി അനുദിനം അത് അനുഷ്ഠിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം കൃതാർത്ഥരായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അനുദിനം ആമേൻ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നേ. ആമേൻ യേശുവിനുള്ള ആശ്രയം കൊണ്ട് മാത്രമേ നമുക്ക് ജയകരമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള ആഴമായ വിശ്വാസം, അതാ നമ്മുടെ വഴിയെ തിരിച്ചുവിടുന്നേ. സ്തോത്രം. തകർന്നു പോകുവാനും നഷ്ടപ്പെട്ടു പോകുവാനും ഒക്കെ സാധ്യതകൾ ഉണ്ടെങ്കിലും നമ്മളെ വഴി മാറ്റിവിട്ടത് ഇതുവരെ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്നത് അവൻ ക്രിസ്തു ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി അവൻ നൽകിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നേ. അതുകൊണ്ട് പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, പോരാട്ടങ്ങളൊക്കെ നിറഞ്ഞ ദുഷ്കരമായ ജീവിതയാത്രകളൊക്കെയാണ്. അവൻ ദുഷ്കരമായ ലോകയാത്രയിൽ അവൻ നമ്മളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ ഉറപ്പോടെ കുലുങ്ങാതെ കർത്താവിന് വേണ്ടി നിൽക്കാം. ഈ വചനങ്ങൾ നിങ്ങളെ വേണ്ടി ധൈര്യപ്പെടുത്തുമാറാകട്ടെ. അവൻ വചനം കേട്ട് എല്ലാവർക്കും എന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗം നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് സഭയ്ക്ക് നൽകണമേ. ധൈര്യം ചോർന്നു വന്ന് ചിലരെന്നെ കേൾക്കുന്നല്ലോ. ഇന്ന് പകൽ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും കർത്താവ് ഇത് പ്രാപിക്കുവാൻ കഴിയാതെ അനേകരായിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വെന്ന് തന്നെയെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ ആത്മാവ് നൽകുമാറാകണമേ. ദൈവദിനത്തിൽ അനുദിനം കർത്താവ് അടിയുറച്ച് വിശ്വസിക്കാനുള്ള കൃപ ഇവരുടെ ജീവിതത്തിലെല്ലാം നൽകണമേ. വഴികൾ തുറന്നു മാനിക്കണമേ. ശൂന്യതകളെ പണിയണമേ. കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, പല വിഷയത്തിൽ നീറുന്നവരുണ്ട്. കർത്താവ് എല്ലാവരും നീ അനുഗ്രഹിക്കുക, സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം കർത്താവ് നൽകണമേ. സഹായിക്കണം, ബലപ്പെടുത്തണം, കൃപയിൽ സൂക്ഷിക്കണം. ദൈവത്തിന്റെ വചനം കർത്താവ് ആധാരമായി ജീവിക്കാൻ സഹായിക്കണം. സകല നന്മകൾ ഒരുക്കണം. ദൈവാത്മാവിനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമ്മൾ കാണുമ്പോൾ വലിയ ദൈവസാന്നിധ്യത്തിൽ മറവിൽ നമ്മളെ മറക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ദൈവമക്കളെ, നിങ്ങൾ കേട്ട വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ബലപ്പെടുത്തിയെന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ട് ചേർക്കുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. മാത്രമല്ല, ഞങ്ങൾ ഫോണിൽ കൂടെ ഞങ്ങളെ ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാം. ഏത് സമയത്തും ഞങ്ങൾക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിലാസം സിയോൻ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9645102121 9387948179. ഇമെയിൽ firegardenpta@gmail.com.